എൻ്റെ പേര് പ്രസാദ് റിച്ചാർഡ്, പാലക്കാട് സുൽത്താൻ ബേ ഡയസീസിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പം ഞാൻ പള്ളിയുടെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി എറണാകുളം വരെ പോകാനുണ്ടായി. പോയിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണുത്തി അടുത്തെത്തിയപ്പം ഞാൻ ബൈപ്പാസിൽ കൂടെ പോവാണ്. താഴെ സർവീസ് റോഡിലേക്ക് ആക്സിഡൻ്റായിട്ട് വീണു. പക്ഷേ ഇതെല്ലാം ലൈവായിട്ടൊരു ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പക്ഷേ വന്നു എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പം വണ്ടിയിൽ നിന്ന് കൈവിട്ടിട്ടില്ല. ആ ചേട്ടൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് കൈയെടുത്തു. അപ്പോൾ ആ ചേട്ടൻ വന്ന് എന്നെ പൊക്കിയെടുത്തു. അതുവരെ എന്നെ എടുത്തില്ല. കാരണം അവർ പറയണത് ആ വീഴ്ച കണ്ടിട്ട് അവർക്ക് തോന്നി ആൾ സ്പോട്ടിൽ പോയി. വണ്ടി അതുപോലെ 2ആയിട്ട് ഒടിഞ്ഞു. അപ്പോൾ എന്നെ പെട്ടെന്ന് അവരെടുത്തു. ഞാൻ വീണ സ്ഥലം, പരിശുദ്ധ അമ്മേനെ കൊണ്ടുപോയി ഇട്ട സ്ഥലം കറക്റ്റ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഞാൻ വീണത്. സർവീസ് റോട്ടിൽ നിന്ന് വീണത് ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ ഇടിയുടെ സൗണ്ട് കേട്ടിട്ട് ഡോക്ടർ, നേഴ്സ്, അവിടേക്ക് എല്ലാ പേഷ്യൻസും ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്നെ നോക്കാൻ. അവരെന്നെ എടുത്ത് കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റിന് കിടത്തി. അപ്പോഴും ആ ഡോക്ടർ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ബ്ലീഡിങ് വരുന്നുണ്ടോ, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അവർക്ക് 108നെ വിളിക്കാനും പറ്റില്ല. കാരണം 108നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിവിയറായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവണം. പക്ഷേ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ ഫസ്റ്റ് എയ്ഡ് എല്ലാം തന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചു. മണ്ണുത്തിയാണ് വീട്. ചേച്ചീനെ വിളിച്ചു. ചേച്ചി വന്നു. അപ്പോൾ പക്ഷേ എനിക്കിതെല്ലാം നടക്കണത് കാരണം എൻ്റെ വണ്ടിയുടെ ഡിക്കിയുടെ അകത്ത് കൃപാസന പത്രം, ഞാൻ ജപമാല കെട്ടും. അപ്പോൾ ജപമാല ഇതെല്ലാം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയ വഴിക്ക് വീട്ടിൽ കയറി അവിടുത്തെ ആൾക്കാർക്കെല്ലാം കൊടുക്കണം. അതും കൂടിയുള്ള ഒരു മോട്ടീവിലാണ് ഞാൻ പോയത്. ഞാൻ പോയി. അപ്പോൾ അതെല്ലാം താഴെ കിടക്കുന്നുണ്ട്. ചേച്ചി വന്നു. അപ്പോൾ ആ നേഴ്സ് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കൃപാസന പത്രം കൊന്തയും എടുക്കണം, വേറെ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ളതിൻ്റെ ഒന്നും. അപ്പോൾ ഞാൻ അവിടെ ഇട്ടു. വണ്ടി പൊന്തിച്ച് വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അവർ അവിടെ തന്നെ ഇട്ടു. അപ്പോൾ ചേച്ചി വന്ന് എൻ്റെ വണ്ടീനെ കണ്ടപ്പോൾ ചേച്ചി വിചാരിച്ചു പോയി, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ആ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി കണ്ടപ്പോൾ ചേച്ചി പേടിച്ച് വിറച്ച് നിൽക്കുക. ഞാനപ്പോൾ സ്വമേധയെ ഇറങ്ങിപ്പോയി. എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി, ഞാൻ കുഴപ്പമില്ല, സേഫാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇത് സേഫാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോകണം, മേ ബി എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ പക്ഷേ ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇവരെല്ലാം വന്ന ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ കേസ് ഫയൽ ചെയ്യണം. അപ്പോൾ അവർ പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയ ഉടനെ അളിയനോട് ചോദിച്ചത്, ആൾ തട്ടിപ്പോയില്ലേ, ആൾ ജീവനോടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞു, ഇല്ല, ആൾ പയറുമണി പോലെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരും പറഞ്ഞു, അങ്ങനെ വച്ചിരിക്കണ്ട, മേ ബി കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാം, അപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെയായിട്ടും മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുമില്ല. ഇത് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ദൈവം സഹായിച്ച് പരിശുദ്ധാമ്മയും ദൈവകുമാരനും എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു അലർജി പോലെ വന്നു. ഈ കയ്യിൽ ഫുള്ളും ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ചൊറിച്ചിലും, അങ്ങനെ കണ്ടാൽ ഒരു ലെപ്രസിയുടെ ലുക്ക്. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒന്നും മാറിയില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരേ മരുന്നെന്ന് വെച്ചാൽ കൃപാസന തൈലം, തേൻ, ഉപ്പ്, ഇത് 3 മാത്രമല്ല എൻ്റെ മരുന്ന്. ഞാൻ എല്ലാ ദിവസവും ഇത് പുരട്ടും. കുറേ ദിവസങ്ങളായി പുരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അവസാനം എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം 3-ാം തീയതി, എനിക്ക് മാർച്ച് 3 ബർത്ത്ഡേ. അപ്പം ഞാൻ പറഞ്ഞു, അന്നത്തെ ദിവസം എനിക്ക് മാറ്റി തരണം. ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 3-ാം തീയതി ആയപ്പം ഫുള്ളായിട്ട് മാറിയില്ലെങ്കിലും കുറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു, ഇത് മാറുണ്ടോ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ മാറുണ്ട് ഏട്ടാ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞതും അത് പൂർണ്ണമായി സഹിക്കപ്പെട്ടു. അതിൻ്റെ ഒരു പൊടി പോലും പില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് പോയി. ഞാൻ ഉപയോഗിച്ച ഒരു 3 സാധനങ്ങൾ, കൃപാസന തൈലം, ഉപ്പ്, തേൻ, ഇതുമല്ലാതെ വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് വീട്ടിലാണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട്. അപ്പോൾ അവർ എപ്പോഴും എന്നോട് ഇത്തിരി പനി വന്നാലോ അപ്പോൾ എന്നോട് ചോദിക്കും, തേൻ തരും ഇത്തിരി. അപ്പോൾ ഞാൻ കൊടുക്കും. അവരുടെ വിശ്വാസം, ആ കുട്ടികൾക്കുള്ള വിശ്വാസം തേനാണ്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ 10 കുപ്പി തേനാണ് വാങ്ങിച്ചു പോയത്. കാരണം അവർക്കും വിശ്വാസമാണ്, അവർക്ക് എന്ത് വന്നാലും ആ തേനാണ് അവർ കൂട്ടി കഴിക്കണത്. ഡോക്ടറെ അടുത്തേക്കൊക്കെ പോവും, പക്ഷെ എന്നാലും ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാൻ അവർക്ക് തേനാണ്. പിന്നെ 3-ാമത്തേതായിട്ട് പറയാനാണെങ്കിൽ, എൻ്റെ തന്നെ ഒരു വിളിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്ത് നടക്കുകയാണ്.
അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഇത്രയും കാലം വീട്ടിൽ സംസാരിക്കാനോ എല്ലാത്തിനും പേടിയാണ്. വീട്ടുകാർ അതിന് എഗെയിൻസ്റ്റാണ്, ചേട്ടന്മാരാണെങ്കിലും അനിയനാണെങ്കിലും എല്ലാവരും എഗെയിൻസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ധൈര്യം, അവരുടെ അടുത്ത് എഗെയിൻസ്റ്റായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാണിച്ചു തരും. അപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു പ്രാവശ്യം തമ്പുരാൻ കാണിച്ചു തന്നൊരു വാക്കാണ്, അവരൊക്കെ ചേച്ചി PSC കോച്ചിങ്ങിനൊക്കെ പോണതാണ്. അപ്പോൾ ഞാൻ എന്നോട് തമ്പുരാൻ പറഞ്ഞു, അവരെത്ര പ്രാവശ്യം PSC തോറ്റു, എന്നിട്ട് വീണ്ടും അവർ ട്രൈ ചെയ്യുന്നില്ലേ? അപ്പോൾ അവരിനി നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ മാർഗം തിരഞ്ഞെടുക്കാൻ ഞാൻ എത്ര പ്രാവശ്യം തോറ്റാലും ഞാൻ പോകും. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും ചില കാര്യങ്ങൾ. അപ്പോൾ ഞാനത് വീട്ടിൽ പോയി പറയും. അപ്പോൾ അവസാനം ഇപ്പോൾ എല്ലാവരും വായടച്ചു, ഒന്നും മിണ്ടാറില്ല. ദൈവത്തിനും ദൈവകുമാരനും കോടാനുകോടി നന്ദി. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ, ഞാൻ ആദ്യത്തെ 2 ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനൊന്നും ചെയ്യാറില്ല. ഉടമ്പടി കൃപാസന പത്രം കൊടുക്കുക എന്നല്ലാതെ വേറൊരു പ്രവൃത്തിയും ചെയ്യാറില്ല. പിന്നെ അടുത്ത കുറച്ച് 3ാമത്തെ പുതുക്കലൊക്കെ ആയപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവനെയും കൊണ്ട് ഞാൻ റോഡുകളിലൊക്കെ ഫുഡ് കൊടുക്കാൻ പോകും പാലക്കാട് ടൗണിൽ. അപ്പോൾ ആദ്യത്തെ എനിക്ക് കൊടുക്കാൻ പോയപ്പോൾ നല്ലൊരു അനുഭവം. ഒരു 20 പൊതിയാണ് കൊടുക്കണമെങ്കിലും ഓരോ ആൾക്കാരുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയ്ക്കേറെ സന്തോഷം അവർക്ക്, ഇത്രയും ഫുഡ് കിട്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു സ്വമേധയാ കഷ്ടപ്പെട്ട് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്ത് ഞാൻ തന്നെ കൊടുക്കാമെന്ന്. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞാൻ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് ഞാൻ തന്നെ, എൻ്റെ കൂടെ അമ്മയും സഹായിക്കും, എല്ലാവരും വീട്ടിലെ ആൾക്കാർ സഹായിക്കും. ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഓർഫനേജിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. ദൈവമാതാവിനും പരിശുദ്ധ കുമാരനും കോടാനുകോടി നന്ദി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് പ്രസാദ് റിച്ചാർഡ് എന്ന സഹോദരനാണ്. ഈ സഹോദരൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹങ്ങളും അഭിഷേകവുമാണ് ഈ സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഉടമ്പടി എടുത്ത ഓരോ സഹോദരങ്ങളും ഉടമ്പടിയിലുള്ള പരിശുദ്ധ അമ്മയുടെ അളവറ്റ സംരക്ഷണത്തെക്കുറിച്ച് പറയാറുണ്ട്. ഈ സഹോദരന് നമ്മളോട് പരിശുദ്ധ അമ്മയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഈ സഹോദരനെ സംരക്ഷിച്ചതായിട്ടും കരുതിയതായിട്ടും മാതൃസഹജമായിട്ടുള്ള വാത്സല്യത്തിൽ കൂട്ടിക്കൊണ്ട് നടന്നതായിട്ടും ഈ സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് 2 കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.